ഹലോ നമസ്കാരം. രാധസുമിലി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമുക്ക് ഇന്നത്തെ പവിത്രത്തിൻ്റെ കഥ എന്താണെന്ന് നോക്കാം. 17/2/26 കഥയാണ് കേട്ടോ. അപ്പോൾ ശ്രീകാന്ത് എല്ലാം സെറ്റപ്പാക്കി വാസവനെ വിളിച്ച് വിക്രമിനെ കൊല്ലാനുള്ള ഏർപ്പാടൊക്കെ ചെയ്യുന്നുണ്ട്. ആ സമയത്താണ് നമ്മളുടെ വേദം ഇതെല്ലാം കേട്ട് കഴിഞ്ഞു. അപ്പോഴേക്കും രാജേട്ടൻ്റെ കൂടെ വേറൊരു പയ്യനും കൂടെ ശ്രീനിവാസൻ സാറിൻ്റെ വീട്ടിലേക്ക് പോകുന്നുണ്ട്. ശ്രീനിവാസൻ സാറ് വീട്ടിൽ പോയിട്ട് വിവരങ്ങൾ പറയുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ പുളിക്കനാണ് ഇതിൻ്റെ പിന്നിലുള്ളതൊക്കെ അറിഞ്ഞു കഴിഞ്ഞു. പുളിക്കനാണ് ഇതെല്ലാം ചെയ്ത് ഞങ്ങൾ പുളിക്കനെ പൊക്കി എന്ന് പറയുന്നുണ്ട്. പക്ഷെ അവനെ കിട്ടിയില്ല, അവൻ രക്ഷപ്പെട്ട് കളഞ്ഞു. പക്ഷെ അവൻ കൊന്നാലും ആളെ പേര് പറഞ്ഞിട്ടില്ല എന്നറിയാം. അപ്പോൾ പറയും, ഓഹോ അത് ശരി, അപ്പോൾ അവൻ നമ്മളെ കൂടെ ഇരുന്ന് നമ്മളെ ചതിക്കായിരുന്നല്ലേ, എന്തായാലും നമ്മുടെ അണിയകളോടൊക്കെ പറയും, അവരൊക്കെ പോയിട്ട് അവനെ പൊക്കട്ടെ എന്ന് പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് രാജേട്ടനും ജോസഫും കൂടെ ബൈക്കിൽ വരുന്നതാണ്. അപ്പോഴേക്കും നമ്മുടെ വേദ എന്ത് ചെയ്യും, ശ്രീകാന്ത് പോയി കടന്ന ശേഷം വേദ പെട്ടെന്ന് റൂമിൽ കയറി ഫോൺ എടുത്തിട്ട് ഇങ്ങനെ വിവരം പറയുന്നുണ്ട്. വിക്രമിനോട് സൂക്ഷിക്കാൻ പറയണം, പുളിക്കൻ ശ്രീകാന്തേട്ടനെ വിളിക്കുന്നത് ഞാൻ കേട്ടു. ശ്രീകാന്തേട്ടൻ വാസവനെ വിളിച്ചിട്ട് പുളിക്കനെ വിക്രമിനെ കൊല്ലാനുള്ള ഏർപ്പാടാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് പെട്ടെന്ന് നിങ്ങൾ വിക്രമിനെയും കൂട്ടിയിട്ട് ചക്രപാണി സാറിൻ്റെ ഓഫീസിൽ വരണം. അപ്പോഴേക്കും ഞാൻ അവിടെ എത്തിക്കോളാം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഒട്ടും സമയം കളയണ്ട, ഞാൻ വിളിച്ചിട്ട് വിക്രം ഫോൺ എടുക്കുന്നില്ല ജോസഫെ, അതുകൊണ്ടാണ് ഞാൻ നിൻ്റെ ഫോണിലേക്ക് വിളിച്ചതെന്ന് പറയുന്നുണ്ട്. അപ്പോൾ പറയും ഓക്കെ ശരി അറിയാം. അപ്പോൾ അവർ വരുന്നോണ്ടിരുന്നിട്ട് തിരിച്ച് പിന്നെ അങ്ങനെ തന്നെ പോവുകയാണ് കേട്ടോ. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് എന്താ ഈ ശ്രീനിവാസൻ സാറിൻ്റെ ഇത് കാണിച്ചതെന്ന് എനിക്കറിയില്ല. എന്തായാലും അത് കഴിഞ്ഞ് ശ്രീകാന്ത് റൂമിൽ കയറുന്ന സമയത്ത് വർഷ ചോദിക്കേണ്ട എന്താ ആരുടെയാണ് ഈ നേരത്തെ ഒരു ഫോൺ കോൾ എന്ന് വയ്ക്കുമ്പോൾ അതൊരു ബിസിനസ്സുകാരിയാണ്. ബിസിനസ് വരും ഈ നേരത്തെ വയ്ക്കുമ്പോൾ അതേടി നീ തെറ്റിദ്ധരിക്കൊന്നും വേണ്ട, ഈ ചില കാര്യങ്ങളൊക്കെ ഈ നേരത്ത് ഡീൽ ചെയ്യാനുള്ളതാണ്. അന്നേരം നിനക്ക് സംശയം ഉണ്ടെങ്കിൽ നീ നിൻ്റെ അച്ഛനോ വിളിച്ച് ചോദിച്ചോ എന്ന് പറയുന്നുണ്ട്. ഇനി കുറേ കാലങ്ങൾക്ക് ശേഷം എനിക്കൊന്ന് സുഖമായിട്ടൊന്ന് ഉറങ്ങണം, എന്നെ ശല്യപ്പെടുത്തണ്ടെന്ന് പറയുകയാണ്. അങ്ങനെ കിടക്കുന്നുണ്ട്. അപ്പോൾ കുട്ടീനെ എടുത്തിട്ടാണ് കുട്ടി ഇങ്ങനെ എഴുന്നേറ്റ് ഇങ്ങനെ നടക്കുന്നുണ്ട് ബെഡിൽ കൂടെ. അങ്ങനെ അവൻ കിടന്നുറങ്ങുക. ആ സമയത്ത് നമ്മൾ വിക്രു കിടക്കുമ്പോഴാണ് വണ്ടിയുടെ ശബ്ദം കേൾക്കുന്നത്. അതിൻ്റെയൊക്കെ ഫോൺ അടിക്കുന്നുണ്ട്. ഫോൺ എടുക്കുന്നുമുണ്ട്, പക്ഷേ എന്തായതാണെന്നും പറയുന്നില്ല. അപ്പോഴേക്കാണ് ജീപ്പിൻ്റെ ശബ്ദം കേൾക്കുന്നത്. ജീപ്പിൻ്റെ ശബ്ദം കേൾക്കുമ്പോൾ വിക്രം പെട്ടെന്ന് ഇങ്ങനെ നോക്കുമ്പോൾ കാണാൻ വാസവൻ വരുന്നു. വാസവൻ വരുമ്പോൾ പിന്നെ ആകെ ഞെട്ടണം. ഇരുട്ടത്താണെങ്കിൽ ഒരു രൂപം ഇങ്ങനെ വരുന്നതല്ലേ കാണുള്ളൂ. അതിന് പെട്ടെന്ന് അടുത്തെത്തുമ്പോഴാണ് വാസവൻ തിരഞ്ഞു വരികയാണ്, കയ്യിൽ ടോർച്ചും ഉണ്ട്. അപ്പോഴാണ് ഈ ഫോൺ റിങ് ചെയ്യുമ്പോൾ ഇയാൾ കാണും നമ്മുടെ വിക്രുവിനെ. അപ്പോൾ അവിടുന്ന് ഇതിൻ്റെ പിന്നാലെ ഓടുക. അങ്ങനെ വിക്രു അവിടുന്ന് ഇറങ്ങി ഓടുന്നുണ്ട്. ഓടി ബൈക്കിൽ കയറി. ആ ബൈക്കാണെങ്കിൽ ഒരു തരം എന്താ പറയുക, റോഡ് ചെയ്യാത്ത, അങ്ങനെ ടാർ ചെയ്യാത്ത റോഡാണ്. ആ റോട്ടിൽ കൂടെയാണ് ബൈക്ക് വളരെ കഷ്ടപ്പെട്ടിട്ടാണ് വിക്രു ഓടിക്കുന്നത്. അതിൻ്റെ പിന്നാലെ വാസവൻ്റെ ജീപ്പും. അങ്ങനെ അവിടുന്ന് വാസവൻ ഈ ജീപ്പ് കൊണ്ടുവന്ന് വിക്രു വേറൊരു വഴിക്ക് പോകുമ്പോൾ ഇയാൾ വന്ന വഴിക്കൂടെ തന്നെ വന്നിട്ട് പിന്നെ മുന്നിലൊന്ന് പെടുന്നുണ്ട്. ആ സമയം ഇയാളുടെ ജീപ്പ് വിക്രമിൻ്റെ ബൈക്കിൻ്റെ മുകളിൽ കൊള്ളുന്നുണ്ട്. അങ്ങനെ ബൈക്ക് വീഴുമ്പോൾ അവൻ ഫുൾ റബ്ബർ എസ്റ്റേറ്റാണ്, അതിൽ കൂടെ ഇറങ്ങി ഓടുകയാണ്. ഇയാൾ പിറകെ വെച്ച് പിടിക്കുന്നുണ്ട് കേട്ടോ. വാസവനും പിന്നാലെ ഓടുന്നുണ്ട്. അങ്ങനെ വിക്രം ഓടി. അപ്പോഴേക്കും നമ്മളെ വേദ ഇവർ പോയതിൻ്റെ പിന്നാലെയാണ് നമ്മളുടെ രാജേട്ടനും ജോസഫും കൂടെ വിക്രം കിടക്കുന്നിടത്തേക്ക് വരുന്ന സമയത്ത് അവിടെ വിക്രമില്ല. അപ്പോൾ ഇവനെങ്ങടെ പോയത് എന്നിങ്ങനെ ചോദിക്കുക. അപ്പോൾ ജോസഫ് പറഞ്ഞു, രാജേട്ടൻ ഇവിടെ ഇരിക്കുക, എന്തായാലും ഞാൻ പോയി നോക്കാം, ഞാൻ അവനെ കണ്ടോടനെ രാജേട്ടനെ വിളിക്കാം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഓക്കെ എന്ന് പറയുകയാണ്. ആ സമയത്ത് വേദ അവിടുന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത്. വേദ കാറൊക്കെ ഓടിക്കുന്നുണ്ട്, നല്ല സുഖസുന്ദരമായിട്ട് വണ്ടി ഓടിച്ച് വരുന്നുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചിരുന്നു വേദയ്ക്കും ഡ്രൈവ് ചെയ്യാനായിരുന്നു. അപ്പോൾ പുള്ളിക്കാരി വണ്ടിയൊക്കെ എടുത്തിട്ടാണ് വരുന്നത് കേട്ടോ. ഈ കാറ് എന്ത് ചെയ്യും, നമ്മൾ ജോസഫ് ബൈക്ക് എടുത്ത് പോരുമ്പോൾ കാണാം വിക്രമിൻ്റെ വണ്ടിയുടെ വാസവൻ്റെ ജീപ്പ് തട്ടി വീണ് കിടക്കുന്നുണ്ട്. അപ്പോൾ അവന് മനസ്സിലായി അവിടെ എവിടെയോ ഉണ്ട് എന്നുള്ളത് മനസ്സിലായി. അപ്പോൾ നോക്കുമ്പോൾ കാണുന്നുണ്ട് ഇയാൾ ഓടുന്നതും വെടിവെക്കുന്നതും ഒക്കെ കാണുന്നുണ്ട്. വെടിവെച്ച് വിക്രം വീഴുന്നുണ്ട്. കാലിനാണ് വെടികൊണ്ട് പിന്നെ ഒരു പ്രാവശ്യം കൂടെ വെടിവെക്കുന്നുണ്ട്. ആദ്യത്തേൽ കൊള്ളുന്നില്ല, രണ്ടാമത്തേലാണ് കൊള്ളുന്നത്. അങ്ങനെ വീഴുമ്പോൾ വിക്രം ഒരു ഇതുപോലുള്ളൊരു സ്ഥലത്ത് കയറി മറിഞ്ഞിരിക്കുക. അവിടെ ഒന്നൊക്കെ രാത്രിയല്ലേ, അവിടെ വന്നൊക്കെ തിരഞ്ഞു നോക്കുന്നുണ്ട്. ഒരു രക്ഷയില്ല, കാണുന്നില്ല, വിക്രമിനെ കാണുന്നില്ല ആ ഭാഗത്തൊന്നെങ്ങും. അപ്പോൾ അവിടുന്ന് അയാൾ കുറേ തിരഞ്ഞിട്ട് തിരിച്ചു പോവുകയാണ്. അപ്പോഴേക്കും വിക്രം ഏതാണ്ട് കടിച്ച് പിടിച്ച് ഇരിക്കുകയാണ്. ഇയാൾ തിരിച്ചു വരുന്ന സാധ്യത കണ്ടിട്ട് വേഗം ജോസഫ് ബൈക്ക് മാറ്റി വയ്ക്കുന്നുണ്ട്, ഒളിച്ചിരിക്കുകയാണ്. അയാൾ ജീപ്പ് എടുത്ത് പോകുന്നുണ്ട്. അങ്ങനെ തിരിച്ചു വന്നിട്ട് അയാൾ ജോസഫ് വിളിക്കുന്നുണ്ട്, വിക്രം എന്ന് വിളിക്കുന്നുണ്ട്. അപ്പോൾ ഒരു പ്രാവശ്യം വിക്രം വിളി കേൾക്കുന്നുണ്ട്. അപ്പോഴേക്കും അവന് ബോധം അറിയുന്ന പോലെ അപ്പോഴേക്കും കണ്ടുപിടിക്കും.
നമ്മുടെ ജോസഫ് വിക്രം വീണ് കിടക്കുന്നത് കണ്ടുപിടിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഓടി വിക്രമിൻ്റെ അടുത്ത് വരികയാണ്. അപ്പോഴേക്കാണ് വേദ വിളിക്കുന്നത്. അപ്പോൾ വേദ ചോദിക്കുന്നത് വിക്രമിനെ കണ്ടോ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഒന്ന് കണ്ടു. നിങ്ങൾ എവിടെയെന്ന് ചോദിക്കുമ്പോൾ ഞാൻ ഇവിടെ എത്തിയിട്ടുണ്ട് വിക്രം, നിങ്ങൾ പറഞ്ഞ വിക്രം ഒളിച്ചിരിക്കുന്ന ആ വീടിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് പറയുമ്പോൾ അവിടുന്ന് കുറച്ചും കൂടെ മുന്നോട്ട് പോരെ വിക്രമിന് വെടിയേറ്റ് പറയുമ്പോഴേക്കും വേദ ആകെ ഇതാവുകയാണ്. അപ്പോൾ പറയും പേടിക്കേണ്ട, കാലിനാണ് കൊണ്ടുവരുന്നത്, നിങ്ങൾ പെട്ടെന്ന് വാ എന്ന് പറയുകയാണ് ജോസഫ്. അങ്ങനെ കാറെടുത്ത് പെട്ടെന്ന് ജോസഫ് വിക്രം ഇരിക്കുന്നിടത്തേക്ക് വേദ വരുന്നുണ്ട്. വേദ വന്നിട്ട് അവിടുന്ന് അപ്പോൾ ജോസഫിനാണെങ്കിൽ അടുത്ത് പൊക്കാനും വയ്യ. ഒരുവിധം ഒരു മരത്തിൻ്റെ മുകളിലൊക്കെ പിടിച്ച് നമ്മളെ വിക്രം എഴുന്നേറ്റ് നിൽക്കുക. പക്ഷേ വേദന കൊണ്ട് സഹിക്കാൻ പറ്റുന്നില്ല, ആകെ പ്രശ്നമാണ്. അതിലപ്പോഴേക്കും വേദി വേടി വരും. വേദ ഇത് കാണുമ്പോൾ വേദ സഹിക്കുന്നില്ല കേട്ടോ വേദയ്ക്ക്. അങ്ങനെ താങ്ങി പിടിച്ച് നീച്ച് നിർത്തി നിർത്തുന്നുണ്ട്. അങ്ങനെ തോളത്തൊക്കെ കൈ പിടിച്ച് രണ്ടുപേരും കൂടെ വരും. അപ്പോൾ അതിന് മുന്നേ വേദ ജോസഫിനെ പറഞ്ഞ് സെറ്റിലാക്കുന്നുണ്ട്. നമ്മൾ തമ്മിൽ കണ്ടിട്ടില്ല, ഈ ഫോൺ വിക്രമിൻ്റെ ഫോൺ വാങ്ങി ഓഫാക്കി വെച്ചു. ജോസഫിനോട് പറയും എന്താവശ്യം ഉണ്ടെങ്കിലും ഞാൻ വിളിക്കാം, പിന്നെ ജോസഫിനെ അത്യാവശ്യമാണെങ്കിൽ മാത്രം എന്നെ വിളിച്ചത്, ഇനിയിപ്പോൾ ഞാൻ എടുത്തിട്ടില്ലെങ്കിൽ തിരിച്ചെന്നെ വിളിക്കാൻ നിൽക്കരുത്, ഞാൻ അങ്ങോട്ട് വിളിച്ചോളാം എന്ന് പറയുന്നത്. പിന്നെ വിക്രമിൻ്റെ ഫോണിക്ക് ഒരു കാരണത്താലും വിളിക്കരുത്, നമ്മൾ മൂന്നാളും അല്ലാണ്ട് വേറൊരാളോടും വിക്രമിനെ പറ്റി പറയുകയും ചെയ്യരുത്, അനിയൻകുട്ടനോട് പോലും പറയരുത് എന്ന് പറയുകയാണ്. ഇപ്പോൾ ശ്രീനിസാറിനോടോ രാജേട്ടനോടോ വേറെ ആരോടും പറയരുതെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഓക്കെ എന്ന് പറയും. അങ്ങനെ എല്ലാവരും കൂടെ പിടിച്ച് കാറിൽ ഒരു മൂന്നുപേരും കൂടെ വന്ന് വിക്രമിനെ കാറിൻ്റെ പെൻസീറ്റിൽ ഇരുത്തിയിട്ട് ജോസഫിനോട് പോയിക്കോളാൻ പറയണം. അങ്ങനെ കാറെടുത്ത് പോരുന്നുണ്ട് നമ്മുടെ വേദ. അപ്പം ഇനിയിപ്പോൾ ഇയാളെ ഒന്ന് അഡ്മിറ്റ് ആക്കണമല്ലോ, ഒന്ന് ആശുപത്രി, കാരണം ഏതെങ്കിലും ആശുപത്രി കൊണ്ടുപോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും പോലീസ് അവനെ പൊക്കും. അപ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയാണ്ട് നമ്മുടെ ഇഷിതേനെ വിളിക്കണം, ഡോക്ടർ ഇഷിതേനെ വിളിക്കുന്നത്. അപ്പോൾ ആ വേദ പറയൂ, ഞാൻ എന്തൊക്കെയുണ്ട് വിശേഷം, നീ കുറേ നാളായല്ലോ പിന്നെ വിളിച്ചിട്ട്, പ്രാക്ടീസ് തുടങ്ങിയതിന് ശേഷം നിൻ്റെ ഒരു വിളിയും കണ്ടിട്ടില്ല നീ. അപ്പോൾ പറയും വേദ പറയുകയാണ്, നീ ഇപ്പോൾ എവിടെയുള്ളത് എന്ന് വയ്ക്കും. അപ്പോൾ നിനക്ക് രഹസ്യമായിട്ട് ഒരാളെ ശുശ്രൂഷിക്കാൻ പറ്റിയൊരു ഡോക്ടറെ എനിക്ക് കാണണം എന്ന് പറയും. അപ്പോൾ എന്താ സംഭവിക്കുക, ഒരു ബുള്ളറ്റ് ഇഞ്ചുറിയാണ്. ആർക്ക് നിനക്കാണ് വയ്ക്കുമ്പോൾ എനിക്കല്ല വിക്രമിനാണ് പറയും. എന്താ ചെയ്യുക, ഏതെങ്കിലും ഡോക്ടർ ഉണ്ടോ എന്ന് ചോദിക്കുക. അപ്പോൾ വിശുദ്ധ പറയും, ഞാൻ ഇവിടെ തിരുവനന്തപുരത്തുണ്ട്, മഹേഷിൻ്റെ ഫാം ഹൗസിൽ ഞാനുണ്ട് എന്ന് പറയും. അപ്പോൾ പറയും, ഞാൻ ഇവിടെ ഉണ്ടോയെന്ന് ചോദിക്കും. അപ്പോൾ ഉണ്ട്, ഈ ഒരു കാര്യം ചെയ്യുക, എനിക്ക് ആ ലൊക്കേഷൻ ഒന്ന് വിട്ട് താടോന്ന് അറിയാം. അങ്ങനെ ലൊക്കേഷൻ വിട്ടെടുത്തിട്ട് നമ്മളെ വേദ വിക്രമിനെയും കൂടെ പറയും. വിക്രം കാറി കടന്ന് കരച്ചില്ല, വേദന സഹിക്കാൻ പറ്റാണ്ട്. അപ്പോൾ പിന്നെ ബ്ലീഡിങ് ഉണ്ടെന്ന് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇഷിതയുടെ ഇവിടെ മഹേഷിൻ്റെ ഫാം ഹൗസിലേക്ക് എത്തുകയാണ് നമ്മൾ ഇഷിത ഡോക്ടറുടെ അടുത്തേക്ക്. അപ്പോൾ അവിടെ ചെല്ലുമ്പോഴേക്കും ഇഷിതയും വിക്രമിനെ താങ്ങി, ഇഷിതയും വേദയും കൂടെ താങ്ങി പിടിച്ച് അകത്ത് കയറ്റുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ചോര ഇങ്ങനെ കാലിൽ നിന്ന് വാർന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കാലിൽ തൊടയുടെ താഴെയാണ് കിട്ടിയിരിക്കുന്നത്, വെടി കെട്ടിയിരിക്കുന്നുണ്ട്. അങ്ങനെ അവിടുന്ന് എടുത്ത് രണ്ടുപേരും കൂടെ താങ്ങി പിടിച്ചുകൊണ്ട് ബെഡിൽ കിടത്തിയിട്ട് പിന്നെ ചെറുതായിട്ട് ബുള്ളറ്റ് ഒരു ഇഞ്ചക്ഷനൊക്കെ എടുത്ത് കൊടുത്തു. അപ്പോഴേക്കും പാൻറ്റൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞ് പിന്നെ ഒരു ഇഞ്ചക്ഷനൊക്കെ എടുത്തിട്ട് ബുള്ളറ്റ് മാറ്റുന്നുണ്ട്. അപ്പോഴേക്കും നമ്മളുടെ വേദ പിന്നെ വിക്രം കട്ടൊന്ന് കരച്ചില്ല, വേദന സഹിക്കാൻ പറ്റാണ്ടേ. അപ്പോൾ പച്ചറച്ചിയിലല്ലേ ഈ കുത്തിക്കയറ്റുന്നത്. അവിടുന്ന് പിന്നെ എന്താണ് ഇനി പരിപാടി ചോദിക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ സേഫായിട്ടൊരാൾ ഇത് മാറുന്നവരെ പോലീസോ ആരും കാണാത്ത രീതിയിൽ ഇവനെ നിർത്തുകയും ചെയ്യണമല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് പിന്നെ നമ്മളുടെ വിക്രമിനെ വേദ അങ്ങനെ രക്ഷിച്ചുകൊണ്ട് വന്നിരിക്കുകയാണ് കേട്ടോ. ഇനിയുള്ളത് സംഭവബഹുലമായ കാര്യങ്ങളാണ്, നമുക്ക് വെയിറ്റ് ചെയ്ത് കാണാം. എന്തായാലും മിസ് ചെയ്യാതെ കാണുക എല്ലാവരും. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. പിന്നെ സീരിയൽ എന്തൊക്കെ പറഞ്ഞാലും ടി വിയിൽ തന്നെ കാണണം കേട്ടോ. അപ്പോൾ അത് നമുക്ക് ആ ഒരു ശരിക്കും ആ എഫക്റ്റ് കിട്ടുള്ളൂ. അപ്പോൾ അത് കാണാതിരിക്കരുത്, കാരണം ഞാനിപ്പോൾ ഇതിൽ കണ്ടാലും ടി വി തന്നെ കാണും സംഭവം. അപ്പോൾ അടിപൊളി സീരിയലാണ്, മിസ്സാക്കരുത് എന്ന് പറയുന്നു. അപ്പോൾ എല്ലാവർക്കും വീണ്ടും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. അതുപോലെ എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണ്, എൻ്റെ കഥ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണൊക്കെ ഒന്ന് അമർത്തി ലൈക്കൊക്കെ ചെയ്ത് നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ഓക്കെ, അപ്പോൾ ഇനിയുള്ള സീനുകൾ നമുക്ക് ടി വിയിൽ കാണാം. ഓക്കെ, ബൈ, താങ്ക് യു.